ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസ ഫലം. അത് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനം ആയിട്ടുള്ളത് ദൈവാധീനം ഉണ്ട് എന്നുള്ളതാണ്. ദൈവാധീനം ഉള്ളപ്പോൾ മറ്റ് ഒരു പരിധി വരെയൊക്കെ ദോഷങ്ങൾ പരിഹരിക്കപ്പെടും. ഏതെങ്കിലും തരത്തിൽ ദശാകാലം മോശമോ അപഹാരകാലം മോശമോ ഗോചരാൽ മറ്റ് ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്ന സമയമാണ് എങ്കിൽ പോലും വളരെ നല്ല അനുഭവങ്ങൾ തരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ജീവിത വിജയങ്ങൾ. അവ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതുപോലെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറയും. അതും വളരെ ജാഗ്രതയോടുകൂടി കേട്ട് ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ ദോഷങ്ങൾ ഉണ്ടാകാതെ, അതായത് വലിയ വലിയ നഷ്ടങ്ങളും കഷ്ടതകളും ഉണ്ടാകാതിരിക്കുവാനും ഏറ്റവും ഉത്തമം. പ്രഥമമായിട്ട് ആരോഗ്യമാണല്ലോ. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. അതായത് തുലാം രാശിയിലേക്ക് വ്യാഴം അതിൻ്റെ മുക്കാൽ ദൃഷ്ടിയുണ്ട്. ഓരോ ഗ്രഹത്തിനും പൂർണ്ണദൃഷ്ടി, മുക്കാൽ ദൃഷ്ടി, അരദൃഷ്ടി, കാൽ ദൃഷ്ടി എന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മുക്കാൽ ദൃഷ്ടിയുണ്ട് ഈ തുലാം രാശിയിലേക്ക് ഇപ്പോൾ ഉച്ചം ചെയ്ത് നിൽക്കുന്ന ആ വ്യാഴഗ്രഹം. അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകും. ധനഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണദൃഷ്ടി ചെയ്യുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ധനപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യസ്ഥാനമായ 9-ാം ഇടത്താണ്. അതും വളരെ നല്ലതാണ്. കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ കുടുംബപരമായിട്ട് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സഹോദരങ്ങളോ മക്കളോടൊത്തോ മാതാപിതാക്കളോടൊത്തും ഒക്കെ കുടുംബത്തെ സന്തോഷകരമായിരിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. ഏത് രീതിയിലുള്ള തൊഴിൽ ചെയ്യുന്നവരായാലും അപ്രതീക്ഷിതമായ വിജയങ്ങളാണ് വന്നു ചേരുക. ധനാഗമന യോഗവും തൊഴിൽ പുരോഗതിയും വന്നു ചേരും. അധികാരത്തിൻ്റെ ഗ്രഹമായ ആദിത്യൻ വ്യാഴത്തിനോട് യോഗം ചെയ്ത് തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊഴിലിടത്ത് അധികാരികളിൽ നിന്ന് അംഗീകാരം വന്നു ചേർന്ന് പ്രമോഷൻ വന്നു ചേരുന്നതിനോ ശമ്പള വർധന വന്നു ചേരുന്നതിന് യോഗമുണ്ട്. അതുപോലെ ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട്. അത് സ്വന്തം നാട് വിട്ട് ഉള്ള വിവാഹം വന്നു ചേരുവാനൊക്കെ നല്ല ഭാഗ്യമുള്ള സമയമാണ്. എന്നാൽ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. അത് വളരെയധികം ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജാഗ്രത ആവശ്യമാണ്. സാഹസികമായ കാര്യങ്ങൾ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുന്നവർ ഉപയോഗിക്കുവാൻ പാടില്ല. പൊക്കത്തിലൊക്കെ കയറുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഉള്ള ജോലി നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കണം. അതായത് തൊഴിൽ ഭാവാധിപൻ അനിഷ്ടത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഏതാനും ദിവസങ്ങളുണ്ട്. സഹപ്രവർത്തകരുമായിട്ട് സഹകരിച്ച് പോകേണ്ടതാണ്. മേലധികാരികളുടെ നിർദ്ദേശം അനുഷ്ഠിക്കുകയും കൃത്യനിഷ്ഠ തൊഴിൽ രംഗത്ത് ആവശ്യമാണ്. ഉത്സാഹവും കണ്ടകശനിയൊന്നും ബാധകമല്ല. പൊതുവെ നല്ല സമയമാണ്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. അതായത് അഭക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗം പാടില്ല. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. വിജയങ്ങൾ സുനിശ്ചിതമായിട്ടും വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ജാതകം നോക്കുന്നതിനായാലും പൊരുത്തം നോക്കുന്നതിനോ മുഹൂർത്തം നോക്കുന്നതിനോ മറ്റ് കാര്യങ്ങൾ കബഡിയാൽ നോക്കുന്നതിനോ ഒക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.